മനുഷ്യന്മാർക്ക് എല്ലാം പെർഫെക്റ്റ് ആണ്. മൂക്ക് ശരിയില്ല, കണ്ണ് ശരിയില്ല, വീട് ശരിയില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമ്മളെങ്ങനെ ഇംഗ്ലീഷ് പറയും? ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഹാസ് ടു ബി പെർഫെക്റ്റ്. നമ്മൾ നോർമലി മലയാളീസ് ചെയ്യുന്ന തെറ്റാണ് പെർഫെക്റ്റ് എന്ന് പറയും. ഇറ്റ്സ് നോട്ട് ദാറ്റ് വേ. ഇറ്റ് ഈസ് എവറിത്തിങ് ഹാസ് ടു ബി പെർഫെക്റ്റ്. What is that? Everything has to be perfect. If you have a sentence ഉപയോഗിക്കുകയാണെങ്കിൽ human beings always have the expectation of everything has to be perfect. നീ എവിടേക്ക് പോകുന്നതെന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ? നമ്മൾ ചോദിക്കും where are you off to എന്നാണ്. അപ്പോൾ ഒരാളോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത്ര ധൃതി പിടിച്ചിട്ട് നീ എവിടെയാണ് പോകുന്നത്? where are you off to in a hurry എന്നാണ് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ പോഡ്കാസ്റ്റും ഇംഗ്ലീഷ് പോഡ്കാസ്റ്റും ഒക്കെ കേൾക്കുകയാണെങ്കിൽ you can have this version too. That is like where are you off to? ആറിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇല്ല. സോ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വൺ എന്താണ് വേർ ആർ യു ഓഫ് ടു തെറ്റാണെന്ന്. യു ക്യാൻ ഇവൻ യൂസ് വേർ ആർ യു ഓഫ് ടു, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു വോണ്ട് ടു എൻഹാൻസ് യുവർ ആക്സെൻറ്റ് യു ക്യാൻ ഇവൻ സേ വാട്ട് വേർ ആർ യു ഓഫ് ടു ഇൻ എ ഹറി. Hope it helps. Pick up lines for your Valentine. The first one, give me your Instagram because my father said I must follow my dream. Second one, are you okay? It must have hurt when you fell from heaven. Third one, have you met me? Oh, that's right. I have met you only in my dream. Deepui da vanu. ഇതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I will be back in a flash. I will be back in a flash. Hope it helps. Bank conversation part 1. എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമായിരുന്നു. Excuse me, I want to open a bank account here. ആ ക്യാബിനകത്തേക്ക് പോയിക്കോളൂ. Please go to that cabin. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? May I come in? എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? Yes, please. What can I do for you? Bank conversation part 2. എനിക്കൊരു അക്കൗണ്ട് തുറക്കണമായിരുന്നു. I want an account here. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ. Okay, fill up this form. എത്ര സമയം എടുക്കും? How much time will it take? നന്ദി. Thank you very much. തലയിടിക്കുമ്പോൾ വാലാടണ്ട. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം? Don't steal the limelight in front of your superiors. എന്താ പറയും? Don't steal the limelight in front of your superiors. Hope it helps. ഇല്ല ബോബി, പറഞ്ഞുകൊണ്ട് നിൽക്കില്ല. എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നീ ആദ്യം ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്തായാലും ഇത് ചെയ്യും. നമ്മൾ ഒരാളോട് ഇങ്ങനെ പറയില്ലേ, നീ അതും ഇതും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ ഇംഗ്ലീഷ് പറയും നോ എഫ് ആൻഡ് ബട്ട്സ്. എന്ത്? നോ എഫ് ആൻഡ് ബട്ട്സ്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. നീ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല, അത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്ന് നമ്മൾ പറയാം ഈസിയർ സെഡ് ദാൻ ഡൺ. അതായത് അത് അത്ര വലിയ എളുപ്പമല്ല എന്ന്. എന്ത് പറയും? ഈസിയർ സെഡ് ദാൻ ഡൺ. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. എനിക്ക് നിന്നെ ഹേർട്ട് ചെയ്യേണ്ട ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിട്ടില്ല. അതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതിനെ നമ്മൾ മീൻ നോ ഹാം. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, ഐ മീൻ നോ ഹാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ നീ എന്നെ മനസ്സിലാക്കണം, എനിക്ക് നിന്നെ ഹേർട്ട് ചെയ്യുന്ന ഇൻറ്റൻഷൻ ഉണ്ടായിട്ടില്ല. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. നീ ഒന്ന് നേരെ ഇരിക്കോ? അങ്ങനെ ഇരിക്കണ്ട. ഒരാളോട് ഇങ്ങനെ ഇരിക്കണ്ട, ഈ ഒരു പൊസിഷനിൽ ഇരിക്കണ്ട എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അറിയോ അമ്മ? അതെന്തെന്ന് വെച്ചെങ്കിൽ ഡോണ്ട് സ്ലൗച്ച്. ഡോണ്ട് സ്ലൗച്ച്. Hope it helps. I squint my eyes. I clenched my fist. I grit my teeth. Grit my teeth. Hope it helps. ഇന്നൊരു ഇഡിയം നോക്കിയാലോ. നോ ക്യാപ്പ്. എന്താണ് നോ ക്യാപ്പ്? നോ ക്യാപ്പിൻ്റെ അർത്ഥം എന്ന് വെച്ചെങ്കിൽ യു ആർൻറ്റ് ലൈൻ. എക്സാമ്പിൾ ലൈക്ക് ഇപ്പം നമ്മൾ പറയില്ലേ, നീ കള്ളം പറയുന്നതല്ലോ, നീ കള്ളം പറയുന്നതല്ലോ, അതിൻ്റെ പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോ ക്യാപ്പ് എന്നുള്ളത്. ഇപ്പം ഞാൻ ഒരാളെ കാണുന്നുണ്ട്, ഓക്കെ, അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞു എന്ന്. അപ്പം ഞാൻ പറയും ഓ നോ യു ആർ ക്യാപ്പിങ്. അതായത് അതല്ല, നീ കള്ളം പറയാം, നീ കല്യാണം കഴിഞ്ഞതൊന്നും അല്ല എന്ന് ഞാൻ പറയില്ല. അതിനെയാണ് നമ്മൾ നോ ക്യാപ്പ് എന്ന് പറയാം. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. അഫ്സ, ഒരു കഥ അറിഞ്ഞിനാ? എന്തായി? നമ്മൾ ഐസിഞ്ഞാന്റെ മോളില്ലേ, ഓള് ഒളിച്ചോടിയല്ലോ. എപ്പോ? അത് ഇന്നലെ ഒളിച്ചോടി. എന്നിട്ട് നമ്മൾ നോർമലി മലയാളികൾക്ക് ആരാര കാര്യം പറയുമ്പോൾ ഗോസിപ്പ് ചെയ്യുമ്പോൾ പറയില്ലേ, എന്നിട്ട് പറയും എല്ലാം പറയുന്നില്ലേ, അതിന് നമ്മൾ പറയുന്നതാണ് സ്പിൽ ദ ടീ. സ്പിൽ ദ ടീ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ ഒളിച്ചോടിപ്പോയി. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? കമാൺ മാൻ, സ്പിൽ ദ ടീ, സ്പിൽ ദ ടീ. അതായത് പറയും, ആ ത്വരയില്ലേ, അതാണ് പറയുന്നത് സ്പിൽ ദ ടീ. അതായത് ഒന്നുകൂടി ഇൻഫർമേഷൻ പറ, പെട്ടെന്ന് പറ എന്ന് പറയുന്നതാണ് സ്പിൽ ദ ടീ. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. കറങ്ങുന്ന കസേരയെ നമ്മൾ എന്ത് പറയും? സ്വിവൽ ചെയർ. എന്ത്? സ്വിവൽ ചെയർ. ഈ സംഭവത്തിന് എന്ത് പറയും? ചെയർ. എന്ത്? ചെയർ. ഈ സംഭവത്തിന് എന്ത് പറയും? ഞാൻ എഴുന്നേറ്റുള്ള ഇതിനെ നമ്മൾ കൗച്ച്. എന്താ പറയും? കൗച്ച്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. May I come in? Come in, be seated. Thank you.
പലപ്പോഴും ഇന്റർവ്യൂവിൽ എവിടെ പോയാലും നമ്മൾ കേൾക്കുന്ന സംഭവമാണ് കം ആൻഡ് ബി സീറ്റഡ്. അതിന്റെ അർത്ഥം എന്താണ്? ഇരിക്കുന്നാണ്. ആക്ച്വലി ഇരിക്കുന്നല്ല. നമ്മൾ ഒരാളെ ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ പ്ലീസ് ഹാവ് എ സീറ്റ്, പ്ലീസ് ടേക്ക് എ സീറ്റ്, അല്ലെങ്കിൽ ടേക്ക് യുവർ സീറ്റ് എന്നാ പറയാം. അപ്പോൾ ഈ ബി സീറ്റഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്, അവിടെ കുറച്ച് ആൾക്കാർ ഓൾറെഡി ഇരുന്നിട്ടുണ്ട്, നമ്മളിങ്ങനെ പറയില്ലേ, അയ്യോ എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളൂ, ബി കംഫർട്ടബിൾ. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പ്ലീസ് ഡോണ്ട് ഗെറ്റ് അപ്പ്, ബി സീറ്റഡ് എന്ന്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്.